നിമിഷനേരം കൊണ്ട് ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ്. അപകടം മുന്നിൽ കണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ ഉനൈസിനെ വിധി അതിന് അനുവദിച്ചില്ല. ഈ ആഴ്ച വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉനൈസ്. അവിടെ ചുവടുറപ്പിച്ച ശേഷം അനിയൻ സഹദിനെയും കൊണ്ടുപോകണം. വട്ടിപ്പലിശക്കാരുടെ ശല്യമില്ലാതെ സ്വന്തമായൊരു കൂരയിൽ കിടന്നുറങ്ങണം. ഇതൊക്കെയായിരുന്നു ഉനൈസിന്റെ ആഗ്രഹങ്ങൾ. പക്ഷേ ഇന്ന് രാവിലെയോടെ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. പിതാവ് മരിച്ചതറിയാതെ ആ 4 വയസ്സുകാരൻ ഇപ്പോഴും ആ വാടക വീട്ടിലൂടെ ഓടിക്കളിക്കുകയാണ്. വിദേശത്തു പോകാനുള്ള പേപ്പറുകൾ ശരിയാക്കാനായി അടുത്തുള്ള അക്ഷയ സെന്ററിലേക്ക് ഭാര്യ അലീഷയോടൊപ്പം പോയതായിരുന്നു ഉനൈസ്. യാത്രക്കിടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. ഇതോടെ സ്കൂട്ടർ ഓടിക്കാൻ കഴിയാതെ വന്നതോടെ സമീപത്ത് കണ്ട ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തേക്ക് ഇവർ കയറി നിന്നു. എന്നാൽ മരണം ഉനൈസിനെ മാടി വിളിക്കുന്ന നിമിഷമായിരുന്നു അത്. മഴയിൽ നിന്നും രക്ഷ നേടാൻ കയറി നിന്ന ഉനൈസും ഭാര്യയും പിന്നെ കാണുന്നത് നേരെ മുൻവശത്തുള്ള ഒരു വൻമരം കാറ്റിൽ ആടിയുലയുന്നതാണ്. ഇതോടെ അപകടം മനസ്സിലാക്കിയ ഉനൈസും ഭാര്യയും അവിടെ നിന്നും മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്നും ഓടി മാറുന്നതിനിടയിലാണ് മറ്റൊരു വലിയ മരം അവരുടെ ദേഹത്തേക്ക് വന്നു പതിക്കുന്നത്. മരത്തിന്റെ ചില്ലകൾ ദേഹത്ത് തട്ടി അലീഷ തെറിച്ചു വീണെങ്കിലും ഉനൈസ് പക്ഷേ മരത്തിനടിയിൽപ്പെടുകയായിരുന്നു. ആ ദയനീയ കാഴ്ച കണ്ടു നിന്നവർക്കൊന്നും ഉനൈസിനെ ഒരു തരത്തിലും രക്ഷിക്കാനുള്ള വഴിയുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ മരമായിരുന്നു അത്. അരമണിക്കൂറോളം ഉനൈസ് ആ മരത്തിനടിയിൽ തന്നെ കിടന്നു. ഉനൈസ് ജീവന് വേണ്ടി പിടയുമ്പോൾ നെഞ്ചുപൊട്ടി കരയുന്ന അലീഷയുടെ കാഴ്ച അവിടെ കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിയിച്ചു. പിന്നീട് സമീപത്തെ തടിമില്ലിൽ നിന്ന് ക്രെയിൻ എത്തിച്ച മരം ഉയർത്തിമാറ്റിയാണ് ഉനൈസിനെ പുറത്തെടുക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഉനൈസിനെ ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒടുവിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് യുവാവ് മരണത്തിന് കീഴടങ്ങുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉനൈസിന് ഈ അപകടം സംഭവിക്കുന്നത്. ഇവർ അക്ഷയ സെന്ററിലേക്ക് പോയതിന് പിന്നാലെയാണ് വീടിന്റെ കറണ്ട് ബില്ലടയ്ക്കാത്തതിനാൽ KSEBയിലെ ഉദ്യോഗസ്ഥർ വന്ന് ഫ്യൂസ് ഊരുന്നത്. മകൻ തിരിച്ചെത്തിയാൽ ഉടനെ പണമടയ്ക്കാമെന്നായിരുന്നു അപ്പോൾ ഉനൈസിന്റെ പിതാവ് അവരോട് പറഞ്ഞത്. എന്നാൽ തൊട്ടു പിന്നാലെ പിതാവ് കേൾക്കുന്നത് മകന്റെ അപകട വാർത്തയാണ്. അപകടം നടന്നതിനു ശേഷം മകനു വേണ്ടി നോമ്പെടുത്ത പ്രാർത്ഥനയിലായിരുന്നു ഉമ്മ ഷമീദ. പക്ഷേ ഒന്നിനും കാത്തു നിൽക്കാതെ ഉനൈസ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു.